പ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ റിവിഷൻ ടോപ്പിക്സാണിത്. എല്ലാ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവസാനവട്ട റിവിഷൻ എന്ന നിലക്കാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. +2 മാത്തമാറ്റിക്സിലെ മുഴുവൻ ചാപ്റ്റേഴ്സിനെയും 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് എങ്ങനെ ഒന്ന് ഓർത്തെടുക്കാം, പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോബ്ലംസ് ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഓരോ ടോപ്പിക്കും നമ്മൾ ഇവിടെ പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന പ്രോബ്ലംസ് നിങ്ങളുടെ മനസ്സിലേക്ക് ഫ്രെയിം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. 100% ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നാലും ഒരു ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുമുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചാപ്റ്റർ നമുക്കറിയാം, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററാണ്. ഇതിൽ ആദ്യമായിട്ട് വരുന്ന റിലേഷൻസ് ആണ്. റിലേഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം റിഫ്ലക്സ് റിലേഷൻ, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഇതിൻ്റെ എല്ലാം ഡെഫിനിഷൻസ് നിങ്ങൾക്ക് അറിയണം. റിഫ്ലക്സീവ് എന്ന് പറയുമ്പോൾ എ ബിലോങ്സ് ടു ആർ എന്നുള്ള രൂപത്തിലാണ്. സിമെട്രിക് ആകുമ്പോൾ എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടായിരിക്കും. ട്രാൻസിറ്റീവ് റിലേഷൻസ് ആകുമ്പോൾ എ ബി ബിലോങ്സ് ടു റിലേഷൻസ് ദെൻ ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ എന്നുള്ള രൂപത്തിലാണ് അതിൻ്റെ ഘടന. പിന്നെ ഈ 3 റിലേഷൻസും ഒരേ സമയം ഒരു സെറ്റിലുണ്ടെങ്കിൽ, ഒരു റിലേഷൻസിലുണ്ടെങ്കിൽ അതിന് ഈക്വലൻസ് റിലേഷൻസ് എന്നാണ് പറയുന്നത്. ഈക്വലൻസ് റിലേഷൻ ഒരു സെറ്റിലുണ്ടെങ്കിൽ നമുക്കറിയാം ഇക്വലൻസ് ക്ലാസ് എന്ന പുതിയൊരു സംഭവം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ് 1 എന്നാണ് ഇത് വായിക്കേണ്ടത്. ഇക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ് 1 കൊണ്ട് അർത്ഥമാക്കുന്നത് 1ഉമായിട്ട് റിലേറ്റ് ചെയ്ത എലമെൻസിനെയാണ് ഇവർ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 1, 2 നമ്മുടെ റിലേഷൻസിലുണ്ട്. 1, 4 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയാം 1ഉമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത് 2, 4 ആണ്. അപ്പോൾ ഇക്വലൻസ് ക്ലാസ് കണ്ടെയ്നിങ് 1 എന്ന് പറഞ്ഞാൽ സെറ്റ് 1, 4 ഈ രൂപത്തിലാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഫങ്ഷൻസിലേക്ക് വരുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണുള്ളത്. അതിൽ 1 ഫങ്ഷൻസ് എന്താണെന്ന് ഓർത്ത് വെക്കണം. 1 ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ f(x1 = f(x2) ഇംപ്ലൈസ് x1 = x2 എന്നുള്ള രൂപത്തിലാണ് പ്രൂവ് ചെയ്യേണ്ടത്. 1 ഫങ്ഷൻസിൻ്റെ ഗ്രാഫ് നോക്കിയിട്ട് 1 ആണോ അല്ലേ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഒരു ഗ്രാഫ് ഞാൻ ഇവിടെ ജസ്റ്റ് വരക്കുന്നുണ്ട്. ഈ ഫങ്ഷൻ ഒരു പരാബോളയുടെ ഫങ്ഷനാണ്, ഗ്രാഫാണ്. ഇത് നോക്കിയിട്ട് 1 ആണോ അല്ലേ എന്ന് പറയാൻ സാധിക്കണം. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ മോർ ദാൻ 2 പോയിൻറ്റ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നോട്ട് 1 ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അതുപോലെ ഓൺ ടു ഫങ്ഷൻസിൻ്റെ ഗ്രാഫ് മനസ്സിലാവണം. ഒരു ഫങ്ഷൻസ് 1ഉം ഓൺ 2ഉം ഒരേ സമയം ശരിയാവുകയാണെങ്കിൽ അതിന് ബൈജക്റ്റീവ് ഫങ്ഷൻസ് എന്നാണ് പറയുക. ബൈജക്റ്റീവ് ഫങ്ഷൻസ് ഒരു ഫങ്ഷൻ ഇൻവേഴ്സിബിൾ ആവാനുള്ള കണ്ടീഷൻ അത് ബോത്ത് 1 ആൻഡ് ഓൺ 2 എന്നുള്ളതാണ്. അപ്പം ഇൻവേഴ്സ് ഓഫ് എ ഫങ്ഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓൺ 2 കാണുന്ന അതേ ടെക്നിക്കിൽ തന്നെയാണ് നമ്മൾ ഇൻവേഴ്സ് കാണുന്നത്. y ഫങ്ഷൻ എന്ന് പേര് കൊടുത്തിട്ടാണ് നമ്മൾ എക്സിന് വേണ്ടി സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് കിട്ടും. പിന്നെ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് അല്ല, ഈ 2 ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ അറിയണം. എഫ് കോമ്പോസിഷൻ f(g(x) എന്നുള്ള രൂപത്തിലാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഡിഫറെൻറ്റ് ഫങ്ഷൻസിൻ്റെ ഇൻവേഴ്സും നമുക്ക് കോമ്പോസിഷൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഐ ആണെന്നുള്ള കാര്യവും ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നു. ഇൻവേഴ്സ് ട്രിഗോണമെട്രിക് ഫങ്ഷൻസ്. ഇൻവേഴ്സ് ട്രിഗോണമെട്രിക് എന്ന ഫങ്ഷൻസിൽ നിങ്ങൾക്ക് 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഡൊമെയിനും റേഞ്ചും അറിയണം. സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, അങ്ങനെ ഈ 6 ട്രിഗോണമെട്രിക് ഫങ്ഷൻസിൻ്റെയും ഇൻവേഴ്സ് ട്രിഗോണമെട്രിക് ഫങ്ഷൻസിൻ്റെയും ഡൊമെയിനും റേഞ്ചും നിങ്ങൾ പഠിച്ചിരിക്കുക. അതിൻ്റെ ഗ്രാഫും ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പിന്നീട് വരുന്നത് പ്രിൻസിപ്പൽ വാല്യൂസ് ആണ്. പ്രിൻസിപ്പൽ വാല്യൂസ് എല്ലാ ട്രിഗോണമെട്രിക് ഫങ്ഷൻസിൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂസ് അറിയണം. പിന്നെ പ്രിൻസിപ്പൽ വാല്യൂസ് ഓഫ് ചില ആംഗിൾസ്, ചില വാല്യൂസ് തന്നിട്ടുണ്ടാകും, അതിൻ്റെ ആംഗിൾസ് നിങ്ങൾ കണ്ടെത്താൻ അറിയണം. പിന്നെ സിംപ്ലസ്റ്റ് ഫോം, അതിൽ വരാവുന്ന മറ്റൊരു ചോദ്യമാണ് റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത്. സിംപ്ലസ്റ്റ് ഫോമിൽ 1-2 സാമ്പിൾസ് ഞാൻ ഇവിടെ കാണിക്കാം. ഇതാ 1-2 സാമ്പിൾസ് നോക്കൂ. ഈ ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് 2x ബൈ 2x × 1 - x² ഈ ഫോമിലേക്ക് സിംപ്ലിഫൈ ചെയ്യാനാണ്. ഇവിടെ എക്സിന് നമ്മൾ സൈൻ തീറ്റ എന്ന് കൊടുത്തുനിന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. ഇവിടെ എക്സിന് കോസ് തീറ്റ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. NCERT-ൽ സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. ഇവിടെയും എക്സിന് സിക് തീറ്റ എന്നോ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുക. സ്യൂട്ടബിൾ വാല്യൂസ് എക്സ് = സ്യൂട്ടബിൾ ട്രിഗോണമെട്രിക് ഐഡൻറ്റിറ്റി വാല്യൂസ് കൊടുത്തിട്ട് ഫങ്ഷൻസ് കൊടുത്തിട്ടാണ് ഇത് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം പറയാൻ ഇവിടെ സമയമില്ല.
അതുകൊണ്ട് മോഡൽ 1-2 കാണിച്ചെന്ന് മാത്രം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവർക്കും പെട്ടെന്ന് ആൻസർ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് മാട്രിക്സസ്. മാട്രിക്സിൽ ആദ്യം ഡെഫിനിഷൻ പറയുന്നുണ്ട്, പിന്നീട് കൺസ്ട്രക്ഷൻ ഓഫ് എ മാട്രിക്സ് ആണ്. അതിൽ 2x2, 2x3, 3x2 ഇങ്ങനെ ഡിഫറെൻറ്റ് ഓർഡറുള്ള മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറയും. ഇവിടെ എ ഐ ജെ എന്നുള്ള കണ്ടീഷൻ തരും. എ ഐ ജെ സിക്വൽ ടു ഐ പ്ലസ് ജെ, അല്ലെങ്കിൽ എ ഐ ജെ സിക്വൽ ടു ഐ മൈനസ് ജെ, എ ഐ ജെ സിക്വൽ ടു ഐ പ്ലസ് ജെ ദി ഹോൾ സ്ക്വയർ, ഇങ്ങനെ മോഡുലസ്, ഇങ്ങനെ പല ടൈപ്പ് ചോദ്യം ഉണ്ടാവും. മോഡുലസ് ഓഫ് ഐ മൈനസ് ജെ. ഈ കണ്ടീഷൻസ് മാറി മാറി വരുന്നതനുസരിച്ച് നമ്മൾ മെട്രിക്സ് ഫോം ചെയ്യാൻ അറിയണം. 2x3 മെട്രിക്സിൻ്റെ ഓർഡർ ചോദിച്ചാൽ 2x3ൻ്റെ ജനറൽ ഫോം എഴുതണം. A11, A12 അങ്ങനെ എഴുതണം. 2x3യും 2x3 എന്നുള്ള ഓർഡറും 3x2 മാറിപ്പോകാൻ പാടില്ല. റോ കോളം എന്നുള്ള ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നീട് അഡീഷൻ ഓഫ് മെട്രിക്സ്, സബ്ട്രാക്ഷൻ, ഇത് രണ്ടും ഡയറക്റ്റ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഷേപ്പിലാണ്, 7 എന്നുള്ള ഷേപ്പിലാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അതായത് റോ കോളം, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അങ്ങനെ ആ ഓർഡറിലാണ് ചെയ്യേണ്ടത്. പിന്നെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, ആ ഓർഡറിലാണ് മെട്രിക്സ്. 7 എന്ന ഷേപ്പിലാണ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ഓർക്കുക. ഓർഡർ ഓർത്ത് വെക്കുക. M/N, N/P എന്നുള്ള ഓർഡറാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. എയുടെ ഓർഡർ M/N, ബിയുടെ ഓർഡർ N/P ആണെങ്കിൽ ഓർഡർ ഓഫ് AB M/P ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്ത് വെക്കുക. പിന്നെ മെട്രിക്സ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും. മെട്രിക്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാ x+y തന്നിട്ടുണ്ട്, x-y തന്നിട്ടുണ്ട്. വാട്ട് ഈസ് മെട്രിക്സ് x, മെട്രിക്സ് y, ഇതെല്ലാം സാധാരണ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് സോൾവ് എന്ന് പറയുന്ന ചോദ്യം. സോൾവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെട്രിക്സ് ഇക്വേഷൻസിൽ ഇതുപോലെ കെ കാണാനുള്ള ചോദ്യം. ഇത് ഇപ്പോൾ കെയുടെ വാല്യൂ കാണുകയാണെങ്കിൽ നമുക്ക് സോൾവ് എന്ന് പറയാം. കെ മെട്രിക്സ് ഇക്വേഷനിൽ നമുക്ക് കെയുടെ വാല്യൂ കാണാനുള്ള ചോദ്യം ഉണ്ടാവും. അതുപോലെ പ്രൂവ് ദാറ്റ്, ഈ ഇക്വേഷനിൽ കെയുടെ വാല്യൂ നമുക്ക് 3 എന്ന് അറിയുമെങ്കിൽ പ്രൂവ് ദാറ്റ് എ സ്ക്വയർ ഇക്വൽ ടു 3a മൈനസ് 2a, അങ്ങനെയുള്ള ചോദ്യങ്ങൾസ് ഉണ്ടാവും. ഇവിടെ സോൾവ് ചെയ്യാൻ പറഞ്ഞ ഉദ്ദേശിച്ച് എക്സും വൈയും കാണാനുള്ള ചോദ്യങ്ങൾ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ മെട്രിക്സ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ റെഫർ ചെയ്യണം. പിന്നെ വാല്യൂസ് ഓഫ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഒരു മെട്രിക്സിലെ മിസ്സിംഗ് എലമെൻറ്റ്സ്, ഇപ്പോൾ ഒരു മെട്രിക്സ് ഇങ്ങനെ തന്നിട്ടുണ്ട്, മെട്രിക്സ് സിമെട്രിക്കാന്ന് പറഞ്ഞു, എന്നിട്ട് അതിൽ മിസ്സിംഗ് വേരിയബിൾസ് ഉണ്ടാവും. ഇവിടെ 1, 3, 5 ഉണ്ടാവും. ഇവിടെ എക്സ്, ഇവിടെ 2 എന്നൊക്കെ തന്നു. എന്നിട്ട് സിമെട്രിക് ആണെങ്കിൽ എന്താണ് XYZ, അങ്ങനെ മിസ്സിംഗ് വാല്യൂസ് കാണാനുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും തന്നിട്ടാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് എക്സ്പ്രസ് ആസ് ദി സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഒരു സ്ക്വയർ മെട്രിക്സ് തന്നിട്ട് അത് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ആയിട്ട് എഴുതാൻ പറയുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സ് എ എന്ന് കൊടുക്കുന്നു. എനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. A+A∧2 എന്ന് എഴുതണം, പ്ലസ് A-A∧2 എന്ന് എഴുതാം. A∧, കൊണ്ട് ഉദ്ദേശിച്ചത് സിമെട്രിക് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ആണ് A∧, കൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാറുണ്ട്, ട്രാൻസ്പോസിന് A' എന്നും എഴുതാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ചിലപ്പോൾ ഇത് കൺസ്ട്രക്ട് മെട്രിക്സ് എന്ന് പറഞ്ഞതിന് ശേഷം നേരിട്ട് ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കും. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററാണ് ഡിറ്റർമിനൻസ്. ഡിറ്റർമിനൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു 2x2 ഡിറ്റർമിനൻസിൻ്റെ എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയണം. 3x3 ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷൻ അറിയണം. 2x2 ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ 2 - 20 എന്നുള്ള ഓർഡറിൽ ചെയ്താൽ മതി. 3x3 ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം പ്ലസ് ഇട്ട് തുടങ്ങണം. പ്ലസ് മൈനസ് പ്ലസ് എന്നുള്ള ഈ ചിഹ്നം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് മറക്കരുത്. അതാണ് ഏത് റോയിലും ഏത് കോളത്തിലും എക്സ്പാൻഡ് ചെയ്യുക. പക്ഷേ നമുക്ക് ഫസ്റ്റ് റോയിൽ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് എപ്പോഴും സേഫായത് മാർഗം. അതിൽ ഒന്നാമത്തെ എലമെൻറ്റ് പോസിറ്റീവിൽ തുടങ്ങും, പിന്നീട് നെഗറ്റീവിലാണ് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വാല്യൂ ഓഫ് എക്സ് ഇൻ ഡിറ്റർമിനൻ്റ് ഇക്വേഷൻ, നിങ്ങളിവിടെ കാണുന്നുണ്ട് ഒരു ഇക്വേഷൻ. ഈ ഡിറ്റർമിനൻ്റ് ഇക്വേഷനിൽ നമുക്ക് എക്സിൻ്റെ വൈയുടെയൊക്കെ എക്സിൻ്റെ വാല്യൂ കാണണം. അപ്പോൾ ഒരിക്കലും ഈ 2x = 2 എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് തെറ്റാണ്. നമ്മൾ ഡിറ്റർമിനൻ്റ് ചെയ്യുമ്പോൾ മെട്രിക്സ് ആണെങ്കിൽ കറക്റ്റാണ്, പക്ഷേ ഡിറ്റർമിനൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സ്പാൻഡ് ചെയ്യണം. 2 - 20 ആണ് ഇവിടെ. 2 - 20 = 2x² - 24 എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ x² നിന്ന് എക്സ് കണ്ടെത്തേണ്ട രൂപമാണ്. പ്രത്യേകം അത് ശ്രദ്ധിക്കുക. പിന്നീട് ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന മറ്റൊരു ചോദ്യമാണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. 3 വെർട്ടീസസ് തന്നിട്ടുണ്ടാവും. x1 y1, x2 y2, x3 y3. അങ്ങനെ വെർട്ടീസസ്, ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് തന്നു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാൻ ഈ ഫോർമുല ഉപയോഗിക്കുക. ഹാഫ് ഓഫ് x1 y1 1, x2 y2 1, x3 y3 1. ആഫ്റ്റർ ദാറ്റ് യു എക്സ്പാൻഡ് ദിസ് ഡിറ്റർമിനൻറ്റ്.
നിങ്ങൾക്ക് ഏത് റോയിലും ഏത് കോളത്തിലൊക്കെ ഇത് എക്സ്പാൻഡ് ചെയ്യാം. എന്നിട്ട് കറക്റ്റ് ആൻസർ മോഡുലസ് എടുത്തിട്ട് ആൻസർ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏരിയ ആയതുകൊണ്ട്. പിന്നീട് ഇക്വേഷൻ ഓഫ് ലൈൻ ത്രൂ 2 പോയിൻറ്റ്സ്, നമ്മൾ സെയിം ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു 3/3 ഡിറ്റർമിനൻ്റ് എഴുതുന്നു. ഫസ്റ്റ് പോയിൻ്റ് എഴുതുന്നു x1 y1, ഫസ്റ്റ് പോയിൻ്റ് എഴുതുന്നു x1 y1 1, സെക്കൻഡ് പോയിൻ്റ് എഴുതുന്നു x2 y2 1, തേർഡ് പോയിൻ്റ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ x y1 =0 എന്ന് എഴുതി കഴിഞ്ഞിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇക്വേഷൻ ഓഫ് ലൈൻ ആയിരിക്കും. പിന്നീട് ഇതിൽ വരുന്ന കോൺസെപ്റ്റാണ് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ്. സൈൻ ടു മൈനർ എന്ന് പറയുന്ന പേരാണ് കോഫാക്ടർ. കോഫാക്ടർ ഓഫ് എൻ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോഫാക്ടർ, ഈ എലമെൻറ്റിൻ്റെ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ റോയും ഈ കോളും ഒഴിവാക്കി കിട്ടുന്ന ഈ എലമെൻ്റാണ് ഇതിൻ്റെ മൈനർ. അതിന് ചിഹ്നം കൊടുക്കുമ്പോൾ അതാണ് കോഫാക്ടർ എന്ന് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രസ്റ്റീജിയസ് ഐറ്റം എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻസ് ആണ്. സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷനിൽ 2 ടൈപ്പാണ് നിങ്ങൾക്ക് സാധ്യതയുള്ളത്. ഒന്ന് ഒരു 2/2, അതാ 2 വേരിയബിൾസ് വരുന്ന ഇക്വേഷൻസ്, അല്ലെങ്കിൽ 3 വേരിയബിൾസ് വരുന്ന ഇക്വേഷൻ, രണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. 3 വേരിയബിൾസ് വരുന്നതാണെങ്കിൽ 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇത് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് എപ്പോഴും ഈ 3 ക്വസ്റ്റ്യൻസ്, ഈ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിൽ മെട്രിക്സുകൾ 3 മെട്രിക്സുകൾ എഴുതണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടി സ്റ്റാർട്ടിങ് മാത്രം എഴുതാണ്. ആദ്യം എ എഴുതണം. A = 5 2 7 3 എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് എഴുതണം. പിന്നീട് വേരിയബിൾ മെട്രിക്സ് എഴുതണം xy. പിന്നീട് കോൺസ്റ്റൻറ്റ് മെട്രിക്സ് എഴുതണം 4 5. 3/3 ആണെങ്കിലും ഇതേ സംഭവം തന്നെയാണ് എഴുതേണ്ടത്, നിർബന്ധമായിട്ടും എഴുതുക. പിന്നീട് എക്സ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ A 1b ആണ്. ഇതിൽ A 1 നമ്മൾ കണ്ടെത്തണം. A 1 കാണാനുള്ള മാർഗം അഡ്ജ് A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് A ആണ്. ഒരു 2/2ൻ്റെ അഡ്ജ് A കാണാൻ ഷോർട്ട് കട്ട് ഉണ്ട്. ഇതിൻ്റെ അഡ്ജ് A നേരിട്ട് നമുക്ക് ലഭിക്കും. അഡ്ജ് A എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ഡയഗണൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു 3 5. അതർ ഡയഗണൽ നമ്മൾ സൈൻ മാറ്റി എഴുതുന്നു -2 -7. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്ജ് A കിട്ടിയിട്ടുണ്ട്. ഡിറ്റർമിനൻറ്റ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 3 അല്ലേ, 5 × 3 15 - 14 = 1 ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2/2ൻ്റെ സൊല്യൂഷൻ കിട്ടും. അതേപോലെ 3/3 ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇതേ പ്രൊസീജിയറിലൂടെ തന്നെയാണ് നമ്മൾ പോവേണ്ടത്. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുള്ളത് അഡ്ജ് A കാണാൻ നന്നായി അറിയണം. ഒരു 3/3യുടെ അഡ്ജ് കാണാൻ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്, യൂഷ്വൽ മെത്തേഡ് ഉണ്ട്. അഡ്ജ് A എന്ന് പറഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ്. കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജ് A. പിന്നെ അതല്ല, ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നവർക്ക് നല്ല കോൺഫിഡൻ്റ് ആയിരിക്കണം. ഷോർട്ട് കട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് 2 3 2 3 3 ഈ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് 4 പ്രാവശ്യം ഇതുപോലെ റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് റെക്റ്റാങ്കുലർ ഷേപ്പിൽ എഴുതണം. അതിന് ശേഷം നമ്മൾ ഈ ബോർഡർ ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്യണം. ഇതൊന്നും മറക്കരുത്, ബോർഡർ ലൈൻ ക്രോസ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ അഡ്ജ് A എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്, അഡ്ജ് A = നമ്മൾ 7 എന്ന് പറഞ്ഞ ഷേപ്പിലാണ് ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത്. ആദ്യം നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 4 - -1 ആവശ്യമുള്ള സ്റ്റെപ്പ് സൈഡിൽ എഴുതണം. 4 - -1 5 ആണ്. ആ 5 എന്ന് ഇവിടെ എഴുതുന്നു. പിന്നീട് രണ്ടാമത് 3, ഇതാണ് 3, കണ്ടോ, 3 - -2 3 - -2 5 ആണ്. ഇങ്ങോട്ടാണ് എഴുതേണ്ടത്, നമ്മൾ താഴോട്ട് എഴുതണം. 7 എന്ന് പറഞ്ഞ ഷേപ്പിലാണ് ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, -1 + 6 -1 + 6 എന്ന് എഴുതണം. അപ്പോൾ 5 എന്ന് എഴുതണം. ഈ ഒരു ഓർഡറിൽ ആൻസർ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഫുൾ എഴുതുന്നില്ല. എന്നിട്ട് രണ്ടാമത്തെ റോ എഴുതുമ്പോൾ ഇവിടെ എഴുതുന്നു, ഇവിടെ എഴുതുന്നു, ഇവിടെ എഴുതുന്നു. ഇതാണ് അഡ്ജ് A. പിന്നെ ഡിറ്റ് A നിങ്ങൾ കണ്ടെത്തുന്നു. എന്നിട്ട് x = A 1b എന്ന ഇക്വേഷൻസിലാണ് ഇത് കൊടുക്കേണ്ടത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 3/3 എഴുതുമ്പോൾ അഡ്ജ് A വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വേണ്ട ഗൗരവത്തോടു കൂടി തന്നെ ഈ ക്വസ്റ്റ്യനെ കണ്ടിട്ട് അതിൻ്റെ ആൻസർ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഇതിൽ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഒരുപാടുണ്ട്. ഡിറ്റർമിനൻ്റ് ഓഫ് A 1 എന്ന 1/dta ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് A 1 1/dta എന്നുള്ള 1 മാർക്ക് ക്വസ്റ്റ്യന് സാധ്യതയുണ്ട്. ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജ് A, ഈ റിസൾട്ടുകളെല്ലാം നിങ്ങൾ പഠിക്കുക. ട്രാൻസ്പോസുമായി ബന്ധപ്പെട്ട ഒരു റിസൾട്ട് ഉണ്ട്, AB ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ B ട്രാൻസ്പോസ് A ട്രാൻസ്പോസ്. ഒരിക്കലും ഈ A' എന്നുള്ളതിനെ നമ്മൾ A ഇൻവേഴ്സുമായി കൺഫ്യൂഷൻ ആവരുത്. A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് A ട്രാൻസ്പോസ് ആണ്. ഇത് രണ്ടും സമമല്ല എന്ന് മനസ്സിലാക്കുക. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റോയും കോളും ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സംഭവമാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ റിസൾട്ടുകളെല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യനുമായി ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അവസാനത്തെ റിസൾട്ട് ഡിറ്റർമിനൻ്റ് ഓഫ് KA
കെ റേസ് ടു എൻ. സാധാരണ മെട്രിക്സ് ഒരു 2/2 മെട്രിക്സ് 1 2 4 5 ഒക്കെ തന്നിട്ട് 2a is equal to ഡിറ്റർമിനൻ്റ് ഓഫ് 2a is equal to 4 times det a എന്നൊക്കെ തെളിയിക്കാൻ പറയും. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററാണ് കണ്ടിന്യൂറ്റി. കാൽക്കുലസുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചാപ്റ്ററാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. കണ്ടിന്യൂറ്റിയിലെ മെയിൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കാൻ പറയും. കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ചോദിക്കും. കണ്ടിന്യൂസ് ആണെങ്കിൽ വാല്യൂ ഓഫ് കെ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, നോട്ട് ചെയ്ത് പഠിക്കേണ്ട ചോദ്യമാണ്. കെ കാണാനുള്ള ചോദ്യം, അതിൽ ലെഫ്റ്റ് ലിമിറ്റ് കാണേണ്ടി വരും, റൈറ്റ് ലിമിറ്റ് കാണണം. ഫംഗ്ഷൻ്റെ വാല്യൂയും കൂടെ ശരിയാണോ എന്ന് നോക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്നാണ് ഇതിൻ്റെ കണ്ടിന്യൂറ്റിയുടെ റിസൾട്ട്, അത് പ്രത്യേകം ഓർക്കുക. പിന്നീട് ചെയിൻ റൂൾ ഫോർ ഡിഫറൻഷിയേഷൻ, ചെയിൻ റൂൾ നന്നായിട്ട് അറിയണം. d/dx ഓഫ് സൈൻ റൂട്ട് എക്സ് നമ്മൾ ചെയ്യുമ്പോൾ കോസ് റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സും കൂടി എഴുതണം. അതിനാണ് ചെയിൻ റൂൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻഷിയേഷനാണ്. ഒന്ന് ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ x² + y² x² + y² r² എന്നുള്ള മോഡലിൽ നമ്മൾ എക്സും വൈയും മിക്സഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഒരിക്കലും y എന്ന് പേര് കൊടുത്ത് തുടങ്ങാൻ പാടില്ല. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എക്സും വൈയും മിക്സഡ് ഫോമിൽ വരുമ്പോഴാണ് നമ്മൾ ഡിഫറൻഷിയേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് ആൻസർ തുടങ്ങേണ്ടതെന്ന് പ്രത്യേകം ഓർക്കുക. ഇനി അടുത്തത് ലോഗരിതമിക് ഡിഫറൻഷിയേഷനാണ്. ഒരു ഫംഗ്ഷൻ്റെ പവറിൽ മറ്റൊരു ഫംഗ്ഷൻ വരുമ്പോഴാണ് സാധാരണഗതിയിൽ ലോഗരിതം ഉപയോഗിക്കാറുള്ളത്. കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻസിനും ഉപയോഗിക്കും. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ പവറിൽ മറ്റൊരു ഫംഗ്ഷൻ വരുമ്പോൾ നിങ്ങൾ ലോഗരിതം ഉപയോഗിക്കണം. ലോഗരിതം ഉപയോഗിക്കുമ്പോൾ ആദ്യമായി ഫംഗ്ഷന് y എന്ന് പേര് കൊടുക്കണം. y = x⁻sin x. എന്നിട്ട് ടേക്കിംഗ് ലോഗ് ബോത്ത് സൈഡ്സ്, രണ്ട് ഭാഗത്തും ലോഗരിതം എടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. y എന്ന് പേര് കൊടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പാരാമെട്രിക് ഡിഫറൻഷിയേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ് ഇസ് ഇക്വൽ ടു ഒരു ഫംഗ്ഷൻ ഓഫ് ടി, ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതാം. എക്സ് ഇസ് ഇക്വൽ ടു a t², y ഇസ് ഇക്വൽ ടു 2at. അപ്പോൾ dy/dx ആണ് ചോദ്യം ഉണ്ടാവുക. dy/dx ചോദിച്ചാൽ dx/dt ചെയ്യണം നമ്മൾ. dy/dtൻ്റെ ആൻസർ എഴുതണം. ഈ രണ്ട് ആൻസറും എഴുതിയതിൻ്റെ ശേഷം dy/dx ആണ് ചോദ്യം. dy/dt /dx/dt ഈ മോഡലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ടിയിലാണ് ഫംഗ്ഷനെങ്കിൽ, ഇനി അതല്ല തീറ്റയിലാണ് ഫംഗ്ഷനെങ്കിൽ, ഇവിടെ തീറ്റയിലാണ് ഫംഗ്ഷനെങ്കിൽ dy/dθ /dx/dθ എന്ന മോഡലാണ് ചെയ്യേണ്ടത്. രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ആൻസർ എഴുതേണ്ടതെന്ന കാര്യം ഓർത്ത് വെക്കുക. പിന്നീട് അതിലുള്ള മറ്റൊരു കേസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് y" എന്ന് പേര് കൊടുക്കാം, അല്ലെങ്കിൽ d²y/dx² എന്നുള്ള രൂപത്തിൽ ഒരുപാട് പ്രോബ്ലംസ്, വെറൈറ്റീസ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുന്ന ചോദ്യങ്ങളുണ്ട്, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. y' കണ്ടതിൻ്റെ ശേഷം 1/√1 - x², ഇത് സൈൻ വേഴ്സ് എക്സിൻ്റെ ചോദ്യമാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ശേഷം ചെയ്യുന്ന ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇനി നമ്മൾ കണ്ടിന്യൂറ്റിയിൽ മറ്റ് രണ്ട് സ്പെഷ്യൽ ചോദ്യങ്ങളാണ്. ഗ്രാഫുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ പ്രാവശ്യമൊക്കെ ചോദിച്ച് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ലാബൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളെ ഗ്രാഫിക്കൽ ചോദ്യങ്ങൾക്ക് കുറേ ഇമ്പോർട്ടൻസ് സാധ്യത കാണുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ ചിത്രത്തിൽ, ഈ ഒന്നാമത്തെ ഫിഗറിൽ ലിമിറ്റ്, ഈ ഗ്രാഫ് നോക്കിയിട്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1+ റൈറ്റ് ലിമിറ്റാണ്, 1ലെ റൈറ്റ് ലിമിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. 1ലെ റൈറ്റ് ലിമിറ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. 1ൽ റൈറ്റിൽ നിന്ന് വരുമ്പോൾ ഈ ഫംഗ്ഷൻ 1ലേക്ക് റൈറ്റിലേക്ക് വരുമ്പോൾ ഫംഗ്ഷൻ്റെ ആൻസർ 2 ആണ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 - 1ൻ്റെ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ 1ലേക്ക് ലെഫ്റ്റിലേക്ക് അപ്രോച്ച് ചെയ്യും ആൻസർ 1 ആണെന്ന് നിങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ 1 ആണ്. വെരി സെക്കൻഡ്സ് കൊണ്ട് ഇതിൻ്റെ ആൻസർ കിട്ടും. എഫ് കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദ്യം. നമുക്കറിയാം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് നോട്ട് കണ്ടിന്യൂസ് എന്നാണ് ഇതിൻ്റെ ആൻസർ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ f(1) ചോദിച്ചിട്ടുണ്ട്. f(1) 1ലെ ഫംഗ്ഷൻ്റെ വാല്യൂ 1 തന്നെയാണ് എന്നുള്ള കാര്യം കൂടെ ഗ്രാഫിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇനി ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് ഗ്രാഫാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഗ്രാഫിൻ്റെ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മൾ ലാബിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പരാബോളയും പിന്നെ ഒരു ബോക്സ് ഫംഗ്ഷനുമാണ് ഇവിടെ ഉള്ളത്. f(x) = 0യുടെ ഇടതുവശത്ത്, 0യുടെ ലെഫ്റ്റ് സൈഡിൽ ഇത് പരാബോള, നമ്മുടെ x² എന്ന് പറഞ്ഞ പരാബോളയാണ്. വലതുവശത്ത് ബോക്സ് എക്സിന് ഒരു സ്റ്റെപ്പ് ലിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ഇതിൻ്റെ ആൻസർ. f(x) = പരാബോള <0
ലെഫ്റ്റ് സൈഡിലാണ്. ബോക്സ് എക്സ് ആണ് രണ്ടാമത്തത്. ബോക്സ് എക്സ് പ്ലസ് 1 എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിലാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ചെക്ക് ദി കണ്ടിന്യൂറ്റി എന്നാണ് ഒരു ചോദ്യം. ഇത് കണ്ടിന്യൂസ് അല്ല, കാരണം ലെഫ്റ്റ് ലിമിറ്റ് 0 ആണ്, റൈറ്റ് ലിമിറ്റ് 0യിൽ ലെഫ്റ്റ് ലിമിറ്റ് 0 ആണ്, റൈറ്റ് ലിമിറ്റ് 1 ആണ്. റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് നിന്ന് വരുമ്പോൾ കണ്ടോ 0ലേക്ക് വരുമ്പോൾ ആൻസർ 1 ആണ്. സോ ലിമിറ്റ് തന്നെ എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് നോട്ട് കണ്ടിന്യൂസ് എന്നാണ് ഇതിൻ്റെ ആൻസർ. ഇപ്പോൾ ഗ്രാഫുള്ള ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആറാമത്തെ ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററാണ്. ഇതിൽ 3 ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. അതിൽ നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് ഒക്കെ തന്നിട്ടുണ്ടാവും. dr/dt ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോള്യം വിത്ത് റെസ്പെക്ട് ടൈം ആണെങ്കിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ മെയിനായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പഠിക്കണം. സാൻഡ്, പിന്നെ എ ലേക്ക്, സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഇൻ ടു എ ക്വയറ്റ് ലേക്ക് എന്നുള്ള ചോദ്യം ശ്രദ്ധിക്കുക. റെക്റ്റാങ്കിളിൻ്റെ ചോദ്യം ശ്രദ്ധിക്കണം. പിന്നെ ലാഡർ ഈസ് ലീനിങ് അഗെയിൻസ്റ്റ് എ വാൾ എന്നുള്ള ഈ ചോദ്യം ശ്രദ്ധിക്കുക. സ്ഫിയറുമായി ബന്ധപ്പെട്ട ചോദ്യം, സ്ഫിയറിൻ്റെ വോള്യം സർഫസ് ഏരിയ അറിയണം. അതുപോലെ സർക്കിളിൻ്റെ ഏരിയ, സർക്കിളിൻ്റെ സർക്കംഫറൻസ്, ഇത്തരം ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയിലെ പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ പറ്റും. പിന്നീട് വരുന്നത് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ് ആണ്. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് എന്ന് പറയുകയാണെങ്കിൽ f'(x) ഗ്രേറ്റർ ദാൻ 0, ഡിക്രീസിങ് എന്ന് പറയുകയാണെങ്കിൽ f'(x) ലെസ് ദാൻ 0. ഡിക്രീസിങ്, f'(x) പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ്. ഇതിലൊരു ഫംഗ്ഷൻ തന്നിട്ട് നമുക്ക് ഇൻക്രീസിങ്, ഷോ ദാറ്റ് ഇറ്റ് ഈസ് ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ f'(x) കണ്ടതിന് ശേഷം ഗ്രേറ്റർ ദാൻ 0 എന്ന് കാണിച്ചാൽ മതി. ഡിക്രീസിങ് ആണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. പിന്നീട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഫൈൻഡ് ദി ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ഈസ് ഇൻക്രീസിങ്. അപ്പോൾ നമ്മൾ ഇൻ്റർവെൽസ് കാണാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം f(x) എന്ന് പേര് കൊടുക്കുന്നു, f'(x) എഴുതുന്നു. പിന്നീട് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് f'(x) 0 ഗീവ്സ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടുന്നു. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടേബിൾ വരക്കണം. ടേബിൾ നമ്മൾ തന്നിരിക്കുന്ന മുഴുവൻ ഇൻ്റർവെലിനെയും 3 അല്ലെങ്കിൽ 2 എത്രയാണോ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് അതിനനുസരിച്ച് നമ്മൾ കോളം വരച്ചിട്ട് f'(x)ൻ്റെ സൈൻ നോക്കിയിട്ടാണ് ആൻസർ എഴുതേണ്ടത്. സൈൻ ഓഫ് f'(x) നോക്കുന്നു, എന്നിട്ട് നേച്ചർ എഴുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് 1, 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ -∞ to 1 ഉണ്ടായിരിക്കും, 1 to 2 ഉണ്ടായിരിക്കും, 2 to ഇൻഫിനിറ്റി ഉണ്ടായിരിക്കും. സൈൻ ഓഫ് f'(x) ആണ് നോക്കേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സൈൻ ഓഫ് x അല്ല f'(x). പോസിറ്റീവ് വന്നാൽ നമ്മൾ ഇൻക്രീസിങ് എന്ന ആൻസർ എഴുതും, നെഗറ്റീവ് വന്നാൽ നമ്മൾ ഡിക്രീസിങ് എന്ന് ആൻസർ എഴുതും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും നോക്കാൻ മറക്കരുത്, അവസാന ഘട്ടത്തിലും നോക്കണം. ഓക്കെ, പിന്നീട് വരുന്ന മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് മാക്സിമ ആൻഡ് മിനിമ. കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റൊക്കെ നോക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് f'(x) പോസിറ്റീവ് എന്നാൽ മിനിമം ആയിരിക്കും. സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 നെഗറ്റീവ് വന്നാൽ മാക്സിമം ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള വേർഡ് പ്രോബ്ലംസ് ഒക്കെ നോക്കുക. സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 24, പ്രൊഡക്റ്റ് ഈസ് മാക്സിമം എന്നുള്ള ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഗിവൺ ഏരിയ സർക്കിൾ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബോക്സ് ഉണ്ടാക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങനത്തെയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം. മാക്സിമ ആൻഡ് മിനിമയിലെ ചോദ്യങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്ത് തന്നെ വേണം പരീക്ഷയ്ക്ക് പോവാൻ. പിന്നീട് ചില ഫങ്ഷൻസ് തന്നിട്ട് മാക്സിമം വാല്യൂ സിമ്പിളായിട്ട് ചോദിക്കും. sin 3x + 1ൻ്റെ മാക്സിമം വാല്യൂ ചോദിച്ചാൽ ഇതിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. ഇപ്പോൾ 1 + 1 = 2 ആയിരിക്കും. ഇതിൻ്റെ മിനിമം വാല്യൂ ചോദിച്ചാൽ ഇതിൻ്റെ മിനിമം വാല്യൂ -1 ആണ്. -1 + 1 = 0. ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. mod x + 3യുടെ മാക്സിമം വാല്യൂ നോ മാക്സിമം ആണ്. ഇതിന് മിനിമം വാല്യൂ ഉണ്ടായിരിക്കും, കാരണം ഇതാണ് ഫംഗ്ഷൻ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇതാണ് mod x + 3. ഇപ്പോൾ മിനിമം വാല്യൂ 3 ആണ്, മിനിമം പോയിൻറ്റ് 0 ആണ്, മിനിമം വാല്യൂ 3 ആണ്. ഓക്കെ, പോയിൻ്റ് ഓഫ് മിനിമം വാല്യൂ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. മിനിമം സംഭവിക്കുന്ന പോയിൻ്റാണ് പോയിൻ്റ് ഓഫ് മിനിമം വാല്യൂ ഫംഗ്ഷൻ്റെ വാല്യൂ ആണെന്നുള്ള കാര്യമൊക്കെ ശ്രദ്ധിക്കുക. അതാണ് അപ്ലിക്കേഷനുമായി ഡെറിവേറ്റീവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്. പിന്നീട് ഇൻ്റഗ്രേഷൻ ഒരു കടൽ പോലെ വിശാലമായി കിടക്കുന്ന ടോപ്പിക്കാണെന്ന് എല്ലാവർക്കും അറിയാം.
സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽസ് എല്ലാം പഠിക്കുക. എല്ലാ ട്രിഗോണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രേഷൻ അറിയണം. ഇൻ്റഗ്രേഷൻ യൂസിങ് ട്രിഗോണോമെട്രിക് ഐഡൻറ്റിറ്റീസ്, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ, സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ, സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ, കോസ് എക്സ് ഇൻറ്റു കോസ് വൈ, അത്തരം റിസൾട്ടുകളെല്ലാം ഇതിൻ്റെ പരിധിയിൽ വരും. പിന്നീട് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ഒരുപാടെണ്ണം ഉണ്ട്. അതിൽ എല്ലാവർക്കും അറിയാം 1 dx by root of dx by x square minus a square, x square plus a square, പിന്നീട് a square minus x square, അങ്ങനെയുള്ള എല്ലാ റിസൾട്ടും അത് റൂട്ടുള്ളതുണ്ട്, റൂട്ട് ഇല്ലാത്തതുണ്ട്. അതിൽ 6 റിസൾട്ടും ഡിനോമിനേറ്ററിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ റൂട്ടുള്ള 3 എണ്ണം ഉണ്ട്, റൂട്ട് ഇല്ലാത്ത 3 എണ്ണം ഉണ്ട്. പിന്നീട് ന്യൂമറേറ്ററിൽ റിസൾട്ട് വരുന്ന 3 എണ്ണം, ലാസ്റ്റ് 3 റിസൾട്ട് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ്, പിന്നെ എ സ്ക്വയർ പ്ലസ്, ഇങ്ങനത്തെ റിസൾട്ടുകൾ ലാസ്റ്റ് 3, അങ്ങനെ 9 റിസൾട്ട് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ. പിന്നെ പാർഷ്യൽ ഫ്രാക്ഷൻസിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. പാർഷ്യൽ ഫ്രാക്ഷൻസിന് ഡിഫറൻഷിയേഷൻ ഇൻ്റഗ്രേഷൻ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡി എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്നുള്ള മോഡൽ വന്നാൽ നമ്മൾ ഈ ഫംഗ്ഷനെ മാത്രമാണ് ആദ്യം എഴുതേണ്ടത്. 1/x + 1 ഇൻറ്റു എക്സ് പ്ലസ് 2നെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുന്നു. a/x + 1 പ്ലസ് b/x + 2 എന്നുള്ള മോഡൽ എഴുതുന്നു. എന്നിട്ട് എയും ബിയും കണ്ടെത്തിയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇനി ഇതൊന്നും അല്ലാത്ത മോഡലും ഇതിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻ്റഗ്രൽ ഡിവൈഡ് ബൈ 1/x² + 2x + 5, ഈ മോഡലൊക്കെ ഫങ്ഷൻസ് വന്നാൽ നമ്മൾ ഇതിനെ സ്ക്വയർ ആക്കണം. സ്ക്വയർ ആക്കിയതിൻ്റെ ശേഷം നമ്മൾ ഇൻ്റഗ്രേഷൻ നടത്തണം. പിന്നീട് വരുന്ന ഫംഗ്ഷനാണ് px + q. മേലൊരു ഫംഗ്ഷൻ ഉണ്ട്, താഴെ ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഉണ്ട്. ഈ മോഡൽ ക്വാഡ്രാറ്റിക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ന്യൂമറേറ്ററിനെ a ഇൻറ്റു d/dx ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് b, ഈ മോഡലിലെ ഫംഗ്ഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. അത്തരം ഫങ്ഷൻസ് എല്ലാം ഇൻ്റഗ്രേഷൻ്റെ പരിധിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് വരുന്ന റിസൾട്ടുകൾ പഠിക്കണം. അതുപോലെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഇൻ്റഗ്രേഷൻ, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കിട്ടുന്ന ആൻസറിൽ ആദ്യം ആൻസർ എഴുതിയതിൻ്റെ ശേഷം ഇവിടെ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ എക്സ് ആണ് ചോദ്യമെങ്കിൽ നമ്മൾ x²/2 എന്ന് എഴുതും. ഇവിടെ 0 to 4 ആണെങ്കിൽ 0 to 4 എന്ന് എഴുതിയിട്ട് ആദ്യം അപ്പർ ലിമിറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്, പിന്നീട് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള രൂപത്തിലാണ് ആൻസർ എഴുതേണ്ടത്. ഇനി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമ്മൾ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷണൽ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ടിയിലേക്ക് മാറ്റുമ്പോൾ ലിമിറ്റ് മാറ്റാൻ മറന്നു പോകരുത്. ന്യൂ ലിമിറ്റിലാണ് ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ 0 to a f(x) dx = ഇൻ്റഗ്രൽ 0 to a f(a - x) dx. ഈ ചോദ്യം ഈ പ്രോപ്പർട്ടിയിലാണ് അധിക ചോദ്യങ്ങളും വർക്കൗട്ട് ചെയ്യുന്നത്. മറ്റ് പ്രോപ്പർട്ടീസും ഉപയോഗിക്കാറുണ്ട്. ഓഡ് ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രേഷൻ 0 ആയിരിക്കും. -a to a ഓഡ് ഫംഗ്ഷനാണ് വന്നതെങ്കിൽ ആൻസർ 0 ആയിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പ്രോപ്പർട്ടിയിലെ ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് ചെറിയ ചെറിയ റിസൾട്ടുകൾ ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ f'(x) / f(x) അല്ലേ, ലോഗ് മോഡ് f(x) എന്നുള്ള റിസൾട്ട്, ഈ റിസൾട്ട് ശ്രദ്ധിക്കുക. ഇവിടെ റൂട്ട് വന്നു കഴിഞ്ഞാൽ 2√f(x) എന്നാണ് ആൻസർ. e⁻x f(x) + f'(x) ആൻസർ ഒക്കെ ശ്രദ്ധിക്കുക. ഇതിൻ്റെ പരിധിയിൽപ്പെട്ട ചോദ്യങ്ങളെല്ലാം നന്നായി ശ്രദ്ധിക്കണം. ഇൻ്റഗ്രൽ, ഇവിടെ ഞാനൊരു ഫംഗ്ഷൻ എഴുതുന്നു sec²x / ഇവിടെ ഫംഗ്ഷൻ അറിയുന്നില്ല dx = ലോഗ് മോഡ് f(x) + c എന്ന് എഴുതിയാൽ വാട്ട് ഈസ് f(x) എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ അറിയണം. ഇവിടെ f(x)ൻ്റെ ആൻസർ നമുക്കറിയാം, ഇയാൾ tan x-ൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ tan x എന്നാണ് ഇവിടെ ആൻസർ വരിക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വളഞ്ഞും ട്വിസ്റ്റഡൊക്കെ ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് അതോടുകൂടി നമ്മൾ ഇൻ്റഗ്രേഷൻ അവസാനിപ്പിക്കുന്നു. അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ സാധാരണഗതിയിൽ 3 ഐറ്റംസ് അല്ലെങ്കിൽ 4 മോഡൽ ചോദ്യങ്ങളാണ് വരിക. ഒന്ന് പരാബോള വരുമ്പോൾ മിക്കവാറും y² = 4x, y² = 9x, y² = x എന്നുള്ളൊക്കെ മോഡൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ഫിഗർ വരക്കുന്നു. പിന്നീട് x = 1, x = 4, x ആക്സിസ് ഒക്കെ ചോദിച്ചാൽ ഫിഗർ വരച്ചതിൻ്റെ ശേഷം നമ്മൾ ഈ ഫോർമുല എഴുതാൻ മറക്കരുത്. ഇൻ്റഗ്രൽ a to b y dx എന്നുള്ള ഫോർമുലയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം അത് പഠിക്കുക. പിന്നീട് സർക്കിളാണ്. സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, x² + y² = r², അല്ലെങ്കിൽ a² + y² = a².
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസിക്കൽ ടു 9 എന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. 9, 16, 25 ഒക്കെ ഇതിൻ്റെ സ്ഥാനത്ത് വരാൻ സാധ്യതയുണ്ട്. ചെറിയൊരു ഫിഗറൊക്കെ വരച്ചതിന് ശേഷം ഇവിടെ 0, റേഡിയസ് എ ആണെങ്കിൽ എ കൊടുക്കുക, 9 ആണെങ്കിൽ 3 എന്ന് കൊടുക്കുക. എന്നിട്ട് ഇൻ്റഗ്രേഷൻ്റെ ഫോർമുല എഴുതുക. ഇൻ്റഗ്രേഷൻ്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം. ഇൻ്റഗ്രൽ സർക്കിളാണെങ്കിൽ ഈ സർക്കിളാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് 0a ആണെങ്കിൽ 0 to a y dx എന്ന് എഴുതുന്നു. എന്നിട്ട് y ഓഫ് സർക്കിൾ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എഴുതുന്നു. അവസാനം ഇതിൻ്റെ ആൻസർ പൈ എ സ്ക്വയർ എന്ന് ലഭിക്കണം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഭാഗം 4 ടൈംസ് എന്ന് എഴുതാൻ മറക്കരുത്. ഒരു ഭാഗത്തെ ആൻസർ മാത്രമേ ഇൻ്റഗ്രേഷനിൽ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് 4 ടൈംസ് എന്ന് പ്രത്യേകം എഴുതുക. ഫൈനൽ ആൻസർ നമുക്കറിയാം. സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല പൈ ആർ സ്ക്വയർ ആണ്. റേഡിയസ് ആർ ആണെങ്കിൽ ഇവിടെ റേഡിയസ് എ ആയതുകൊണ്ട് പൈ എ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്ത് വെക്കണം. അതുപോലെ എലിപ്സും സെയിം ടെക്നിക്ക് തന്നെയാണ്. എലിപ്സിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതാം. എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 = 1. വേഗം നമ്മളൊരു എലിപ്സിൻ്റെ പിക്ചർ വരക്കുന്നു. എലിപ്സിൻ്റെ പിക്ചർ വരച്ചതിന് ശേഷം നമ്മൾ ഇവിടെ 0, ഇവിടെ 5 ഉണ്ടായിരിക്കുക, 25 കൊണ്ട്. എന്നിട്ട് ഫസ്റ്റ് പോർഷൻസിൻ്റെ ഏരിയ കണ്ടതിന് ശേഷം ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 0 to 5 y dx എന്ന് എഴുതുന്നു. എലിപ്സിൻ്റെ y, ഇതിൽ നിന്ന് y കണ്ടെത്തുന്നു, ഇവിടെ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഇൻ്റഗ്രേഷൻ നടത്തിയതിൻ്റെ ശേഷം അവസാനത്തെ ആൻസർ പ്രത്യേകം ശ്രദ്ധിക്കുക. എലിപ്സിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല നമുക്കറിയാം, പൈ എ ബി ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്തായാലും പൈ ഇൻറ്റു ഇതിൻ്റെ റൂട്ട് 5 ആണ്, ഇതിൻ്റെ റൂട്ട് 3 ആണ്. അപ്പം അതിൻ്റെ ആൻസർ 15 പൈ എന്ന് മാത്രമേ ലഭിക്കാൻ പാടുള്ളൂ. ഇൻ്റഗ്രേഷനിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇൻ്റഗ്രേഷൻ്റെ എല്ലാ സ്റ്റെപ്പും എഴുതിയതിൻ്റെ ശേഷം ഫൈനൽ ആൻസർ ഷുഡ് ബി 15 പൈ. ഫൈനൽ ആൻസർ ഷുഡ് ബി 15 പൈ. അപ്പോൾ ഫൈനൽ ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതാം. എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 = 1. ഇതിൻ്റെ ആൻസർ വരുന്നത് നമുക്കറിയാം പൈ എ ബി ആണ്. പൈ ഇൻറ്റു ഇതിൻ്റെ റൂട്ട് 4, ഇതിൻ്റെ റൂട്ട് 3. അപ്പോൾ 4 × 3 12 പൈ എന്നാണ് ഇതിൻ്റെ ആൻസർ വരിക. നമ്മൾ ഫിഗർ വരക്കുന്നു, ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്നു, ഇൻ്റഗ്രേഷൻ പെർഫോം ചെയ്യുന്നു, ലിമിറ്റ് കൊടുക്കുന്നു. ഫൈനൽ ആൻസർ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അധികം ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷന് വരുന്നുള്ളൂ. ഇനി നമ്മൾ 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നു, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പരിധിയിൽ വരുന്ന പോയിൻറ്റ്സ് ഓർഡർ ആൻഡ് ഡിഗ്രി. എല്ലാവരും ഓർഡർ ആൻഡ് ഡിഗ്രിയും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നീട് സൊല്യൂഷനാണ്. 3 ടൈപ്പ് സൊല്യൂഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. വേരിയബിൾ സെപ്പറബിൾ ഫോമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx പ്ലസ് py = q. പി ആൻഡ് ക്യു ആർ ഫങ്ഷൻസ് ഓഫ് എക്സ് എന്നുള്ള മോഡലിൽ വരുന്ന ഇക്വേഷൻസ് ശ്രദ്ധിക്കുക. പിന്നെ ഹോമോജീനിയസ് dy/dx = ഫങ്ഷൻ ഓഫ് y/x എന്നുള്ള മോഡലാണ് ഹോമോജീനിയസ്. വിശദീകരിക്കാൻ സമയമില്ല. ഞാൻ ജസ്റ്റ് വേരിയബിൾ സെപ്പറബിളും ലീനിയറും ഒന്ന് ജസ്റ്റ് കാണിക്കാം. വേരിയബിൾ സെപ്പറബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ടത് dy/1 + y². വൈകളെല്ലാം ഒരു സൈഡിലേക്ക് ആക്കുന്നു. dx/1 + x² എന്നുള്ള മോഡൽ. ഡിവൈയും dxഉം എപ്പോഴും ന്യൂമറേറ്ററിലേ വരാൻ പാടുള്ളൂ. പിന്നീട് ഇൻ്റഗ്രേഷൻ നടത്തുന്നു. നിങ്ങൾക്കറിയാം, ഇൻ്റഗ്രേഷൻ നടത്തിയിട്ട് ഇതിൻ്റെ ആൻസർ എഴുതുന്നു. അതുപോലെ ഇവിടേക്ക് വരുമ്പോൾ ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇവിടെ p എഴുതണം. p = -1, q = cos x. എന്നിട്ട് നമ്മൾ IF കാണും, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ e⁻p⁴dx എന്നുള്ള മോഡൽ എഴുതുന്നു. എന്നിട്ടാണ് നമ്മൾ സൊല്യൂഷൻ എഴുതേണ്ടത്. സൊല്യൂഷൻ നിങ്ങൾക്കറിയാം, y × IF q × IF dx എന്നുള്ള മോഡലാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഈ ലാസ്റ്റ് കാണുന്ന ചോദ്യവും ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ആദ്യം ഇവിടെ നമ്മൾ x കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2y/x = x²/x. അപ്പം ഇവിടെ p ലഭിക്കുന്നു. dy/dx + py അല്ലേ. p = 2/x എന്ന് എഴുതണം. q = x എഴുതണം. പ്രത്യേകം ശ്രദ്ധിക്കുക, p 2/x ആണ് കേട്ടോ, py ആണല്ലോ p. എന്നിട്ട് IF കാണുന്നു. നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ചെയ്യുന്നു. ഇനി ഹോമോജീനിയസിൻ്റെ ഒരു സിമ്പിൾ ചോദ്യം നിങ്ങൾ പഠിക്കുക. ഷോ ദാറ്റ് ഹോമോജീനിയസ് എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ അതിനെ പ്രോപ്പർ ഡിവിഷൻ നടത്തിയിട്ട് f(y/x) എന്നുള്ള ഫോമുല എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഹോമോജീനിയസിൻ്റെ ആൻസർ കിട്ടും. അതിൽ y/xന് v കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഒരു ചോദ്യം അതിൽ പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് വേരിയബിൾ സെപ്പറബിളും അതുപോലെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ചോദിക്കാൻ കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ വെക്റ്റർ ആൾജിബ്രയിലേക്ക് പോവുകയാണ്. കുറച്ച് ഈസി ചാപ്റ്ററാണ് വെക്റ്റർ ആൾജിബ്ര. വെക്റ്റർ ആൾജിബ്രയിൽ ഫസ്റ്റ് പോയിന്റ് ജോയിനിങ് 2 പോയിൻറ്റ്സ് ആണ്. 2 പോയിന്റ് തന്നു കഴിഞ്ഞാൽ 1, 2, 4
3 -2 6 ആണെങ്കിൽ നമുക്ക് ഇത് എയും ഇത് ബി ആണെങ്കിൽ വെക്റ്റർ ജോയിനിങ് എ ബി പ്രത്യേകം അറിയുക. 3 - 1 ഇൻറ്റു ഐ 3 - 1 ഇൻറ്റു ഐ പ്ലസ് ഈ ഒരു മോഡലാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക. യൂണിറ്റ് വെക്റ്റർ, ഒരു വെക്റ്റർ തന്നു കഴിഞ്ഞാൽ യൂണിറ്റ് വെക്റ്റർ കിട്ടാൻ എ ക്യാപ് എന്ന് പറഞ്ഞാൽ വെക്റ്റർ ബൈ അതിൻ്റെ മോഡുലസ് ആണ്. മോഡുലസ് കാണാനൊക്കെ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. പിന്നീട് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ് എ ഡോട്ട് ബി ഡെഫിനിഷൻ അറിയണം, മോഡ് എ മോഡ് ബി കോസ് തീറ്റ. പിന്നെ കമ്പോണൻറ്റ് ഫോമിൽ എ ഡോട്ട് ബി കാണാൻ അറിയണം. രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എപ്പോഴും ഒരു സ്കേലാർ ആയിരിക്കും, അതുകൊണ്ടാണ് ഇതിന് സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ആൻസറിൽ ഐ ജെ കെ ഉണ്ടാവാൻ പാടില്ല, ഒരു റിയൽ നമ്പർ ആയിരിക്കണം ആൻസർ. ഡോട്ട് പ്രൊഡക്റ്റ് കൃത്യമായിട്ട് പഠിക്കുക. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബിയുടെ ഫോർമുല അറിയണം, എ ഡോട്ട് ബി ബൈ മോഡ് ബി ആണ്. എന്തായാലും ഓരോ 2 ചോദ്യങ്ങൾ നോക്കിയിരിക്കണം. പിന്നീട് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്റ്റേഴ്സ് കോസ് തീറ്റയുടെ ഫോർമുല അറിയണം, എ ഡോട്ട് ബി ഡിവൈഡ് ബൈ മോഡ് എ മോഡ് ബി. മോഡുലസ് ഓഫ് എ വെക്റ്റർ വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയണം. എ എന്ന് പറഞ്ഞാൽ ഐ പ്ലസ് 2j പ്ലസ് 3k ആണെങ്കിൽ മോഡുലസ് ഓഫ് ദിസ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1² പ്ലസ് 2² പ്ലസ് 3². ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാൻ ഫൈനൽ അവസാനഘട്ട റിവിഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിലൊന്നും നമുക്ക് പഠിക്കാൻ കഴിയില്ല, പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുക മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ക്രോസ് പ്രൊഡക്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോസ് പ്രൊഡക്റ്റ് എ ക്രോസ് ബി. ഓക്കെ, കമ്പോണൻറ്റ് ഫോമിൽ എ ക്രോസ് ബി. ഇതിൻ്റെ ഡെഫിനിഷൻ മോഡ് എ മോഡ് ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ് ആണ്. കമ്പോണൻറ്റ് ഫോമിൽ എ ക്രോസ് ബി കാണാൻ പോകുന്ന ഡിറ്റർമിനൻ്റ് ആണ് ഐ ജെ കെ. ഓക്കെ, ഫസ്റ്റ് വെക്റ്റർ ഇവിടെ എഴുതുന്നു, സെക്കൻഡ് വെക്റ്റർ ഇവിടെ എഴുതുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നതാണ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ ആൻസറിൽ ഐ ജെ കെ ഉണ്ടായിരിക്കും, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ക്രോസ് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഫൈൻഡ് എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ക്രോസ് പ്രൊഡക്റ്റ് ആണ്, എ ക്രോസ് ബി ആണ് ചെയ്യേണ്ടത്. ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ എന്ന് ചോദിച്ചാൽ, യൂണിറ്റ് വെക്റ്റർ ചോദിച്ചാൽ എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മോഡ് എ ക്രോസ് ബി ആണ് ചെയ്യേണ്ടത്. ഓക്കെ, യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എന്ന് ചോദിച്ചാൽ എ ക്രോസ് ബി ബൈ മോഡുലസ് ഓഫ് എ ക്രോസ് ബി ചെയ്യണം. ഏരിയ ഓഫ് പാരലോഗ്രാം ചോദിച്ചാൽ നമ്മൾ എ ക്രോസ് ബി ചെയ്തതിൻ്റെ ശേഷം, എ ക്രോസ് ബി ഒരു വെക്റ്റർ ആയിരിക്കുമല്ലോ, മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണ് ചെയ്യേണ്ടത്. അതുപോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ചോദിച്ചാൽ ഹാഫ് ഓഫ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഈ പ്രോബ്ലത്തിൻ്റെ ഈ ടോപ്പിക്സിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറയുമ്പോഴേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് അതിൻ്റെ ഫോർമുല ഓടി വരണം, അതുപോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ വരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് ഉദ്ദേശിച്ചത്, മൊത്തം വിശദീകരിക്കാനല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, അവസാനം 1 മണിക്കൂറിനകം എങ്ങനെ റിവൈസ് ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി 3 ഡയമെൻഷണൽ ജോമെട്രിയിലെ കുറിച്ച് പറയുമ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് ആൻഡ് ഡയറക്ഷൻ കൊസൈൻസ്. ഓക്കെ, ഡയറക്ഷൻ റേഷ്യോസിന് സാധാരണ എ ബി സി ആണ് ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ്. ഡയറക്ഷൻ കൊസൈൻസ് എൽ എം എൻ ആണ് ഡയറക്ഷൻ കൊസൈൻസ്. ഓക്കെ, അപ്പം ഡയറക്ഷൻ റേഷ്യോസ് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്ഷൻ കൊസൈൻസ് കിട്ടാൻ റിലേഷൻഷിപ്പ് അറിയണം. എ ഇസിക്കൽ ടു എ ബൈ റൂട്ട് ഓഫ് a² പ്ലസ് b² പ്ലസ് c². അതുപോലെ m ഇസിക്കൽ ടു b ബൈ റൂട്ട് ഓഫ് ആ റിലേഷൻഷിപ്പ് അറിയണം. ഒരു വെക്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഡയറക്ഷൻസ് റേഷ്യോസ് അറിയണം. ഡയറക്ഷൻസ് റേഷ്യോസ് കിട്ടിയാൽ ഡയറക്ഷൻ കൊസൈൻസ് നമുക്ക് ലഭിക്കും. പിന്നെ ലൈൻ ജോയിനിങ് 2 പോയിൻറ്റ്സ്, ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻ ജോയിനിങ് 2 പോയിൻറ്റ്സ്. നേരത്തെ വെക്റ്റർ കണ്ടതുപോലെ തന്നെ 1 2 3 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, 3 4 10 എന്ന് പറഞ്ഞ പോയിൻ്റ് ഉണ്ടെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദിസ് ലൈൻ 3 - 1 2 4 - 2 2 10 - 3 7. ഡയറക്ഷൻ റേഷ്യോസ് എഴുതുമ്പോൾ ബ്രാക്കറ്റ് എഴുതാൻ പാടില്ല, സിമ്പിളായിട്ട് എഴുതുന്നു. ഡയറക്ഷൻ കൊസൈൻസ് ചോദിച്ചാൽ 2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എന്നുള്ള ആ നമ്പർ ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് ലഭിക്കും. ആദ്യം കിട്ടുന്നത് ഡയറക്ഷൻ റേഷ്യോസ് ആണ്, പിന്നീടാണ് ഡയറക്ഷൻ കൊസൈൻസ് ലഭിക്കുന്നത്. പിന്നീട് ഈ ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇക്വേഷൻ ഓഫ് ലൈൻ ആണ്. ഇക്വേഷൻ ഓഫ് ലൈൻ, ഒരു പോയിന്റും ഒരു പാരലൽ വെക്റ്ററും തന്നാൽ ലൈൻ്റെ ഇക്വേഷൻ ചോദിക്കും, അല്ലെങ്കിൽ 2 പോയിന്റ് ഫോമും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം വെക്റ്റർ ഫോമും കാർട്ടീഷ്യൻ ഫോമും നിങ്ങൾ പഠിച്ചിരിക്കണം. വെക്റ്റർ ഫോം എന്ന് പറയുന്നത് r ഇസിക്വൽ ടു a പ്ലസ് ലാംഡ ബി ആണ്. ബി ആണ് ഡയറക്ഷൻ തീരുമാനിക്കുന്നത്. ഇപ്പോൾ പാരലൽ വെക്റ്റർ എന്നുള്ള സ്ഥലത്ത് ഇവിടെ ബി എഴുതുന്നു, പോയിന്റിനെ വെക്റ്ററാക്കി എഴുതുന്നു, അതാണ് എ. കാർട്ടീഷ്യൻ ഫോമിലേക്ക് വരുമ്പോൾ എക്സ് മൈനസ് x1 ബൈ എ ഇസ് ഈക്വൽ ടു y മൈനസ് y1 ബൈ ബി ഇസ് ഈക്വൽ ടു z മൈനസ് z1 ബൈ സി. അപ്പം വെക്റ്റർ ഫോമും കാർട്ടീഷ്യൻ ഫോമും കൃത്യമായിട്ട് അറിയണം. പരീക്ഷയ്ക്ക് ഏതാണോ ചോദിച്ചത് അത് എഴുതണം. ഇനി ഒരു വെക്റ്റർ ഇക്വേഷൻ, ഇതിൻ്റെ വെക്റ്റർ ഫോമാണ്, ഇതിൻ്റെ കാർട്ടീഷ്യൻ ഫോം ഇവിടെ ഉണ്ട്. വെക്റ്റർ ഫോമിൽ നിന്ന് കാർട്ടീഷ്യൻ ഫോമിലേക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അറിയണം. കാർട്ടീഷ്യൻ ഫോം തന്നാൽ വെക്റ്റർ ഫോം എഴുതാൻ അറിയണം. അതിനെല്ലാം എ എന്ന് പറഞ്ഞ വെക്റ്ററും ബി എന്ന് പറഞ്ഞ വെക്റ്ററും ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയണം. എ ഫ്രം പോയിന്റ്, ബി ഫ്രം ഡയറക്ഷൻ. ഓക്കെ, ഇനി കാർട്ടീഷ്യൻ ഫോമിലേക്ക് വരുമ്പോൾ ഡയറക്ഷൻസ് കിടക്കുന്നത് താഴെയാണ്, ഡിനോമിനേറ്ററിലാണെന്ന്
പ്രത്യേകം ഓർക്കുക. അവസാനത്തെ പോയിന്റ് ഈ ചാപ്റ്ററിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 ലൈൻ തന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ് B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2. ഈ ഫോർമുല ആദ്യം എഴുതി വെക്കുന്നു. A1 ഫ്രം ഫസ്റ്റ് ലൈൻ, B1 ഫ്രം ഫസ്റ്റ് ലൈൻ ഡയറക്ഷൻ, A2 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലൈനാണ്. അപ്പം ഇതിൻ്റെ പോയിന്റ്, സെക്കൻഡ് ഡയറക്ഷൻ, ഇത്രയും കാര്യങ്ങൾ. ഒരു ക്രോസ് ഉണ്ട്, ഒരു ഡോട്ട് ഉണ്ട്. ഈ ഫോർമുലയിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ചെയ്യുന്നു. അത് പ്രത്യേകം ചെയ്ത് പഠിക്കണം. ഫോർമുലയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രത്യേകം പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ. പിന്നീട് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ് നമ്മുടെ 11ാമത്തെ ചാപ്റ്റർ. അതിൻ്റെ ഒരു മോഡൽ മാത്രം ഇവിടെ കാണിക്കുന്നു. ജസ്റ്റ് മാക്സിമൈസും ചോദിക്കാം, മിനിമൈസും ചോദിക്കാം. ഇപ്പോൾ ഒരു ചോദ്യം ഇതാ, മാക്സിമൈസ് ഒരു Z തന്നിട്ടുണ്ടാവും, കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാവും, സബ്ജക്റ്റ് ടു എന്നാണ് കണ്ടീഷൻസ് എന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓരോ കണ്ടീഷൻസിൻ്റെയും ടാബിൾ വരക്കണം. ഇത് ലൈനാണെന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഈക്വൽ ടു X + Y ഈക്വൽ ടു 50യുടെ ടേബിളാണ് വരയ്ക്കേണ്ടത്. ടേബിൾ വരയ്ക്കുമ്പം പ്രത്യേകം ഓർത്ത് വെക്കേണ്ട സംഭവം, നിങ്ങൾ ടേബിൾ വരയ്ക്കുമ്പോൾ ഇതാ ടേബിൾ വരയ്ക്കുമ്പോൾ നമ്മൾ XY എന്ന് കൊടുക്കുന്നു. എക്സിന് ആദ്യം നമ്മൾ 0 കൊടുക്കുന്നു. അപ്പോൾ Y ലഭിക്കണം. Y കറക്റ്റായിട്ട് ഇവിടെ കിട്ടണം. പിന്നെ Yക്ക് 0 കൊടുക്കുമ്പോൾ X ലഭിക്കണം. അപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് ലഭിക്കുന്നത്. ഒന്നാമത്തെ സ്ട്രെയിറ്റ് ലൈൻ, രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈൻ. എന്നിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഷെയ്ഡിങ് ഏത് ഭാഗത്തേക്കാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളൊരു ലൈൻ വരച്ചതിൻ്റെ ശേഷം ഈ ലൈനിൻ്റെ ഏത് ഭാഗത്തേക്കാണ് ഷെയ്ഡിങ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, സപ്പോസ് ഇതാണ് X + Y ഈക്വൽ ടു 50 എന്ന് വിചാരിച്ചോളൂ. നമുക്ക് വേണ്ടത് X + Y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് 50, ഇത് 50 ആയിരിക്കും. 0 50 50 0. ഈ പോയിന്റ് ഏതെങ്കിലും ഈ ലൈനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള ഒരു പോയിന്റ് ടെസ്റ്റ് ചെയ്യണം. 0 0 ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ 0 + 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 അല്ലേ. 0 0 എന്ന് പറഞ്ഞ പോയിന്റ് ഈ ലൈനിൻ്റെ ഈ ഭാഗത്തുള്ളൊരു പോയിൻ്റാണ്. അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായിട്ടാണ് കിട്ടിയത്. ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഷെയ്ഡിങ് എന്ന് ഓർക്കുക. ചില സമയത്ത് ഗ്രേറ്റർ ദാൻ വരുമ്പോൾ മേലോട്ടായിരിക്കും ഷെയ്ഡിങ് ഉണ്ടായിരിക്കുക. കറക്റ്റായിട്ട് നമ്മൾ ആ റീജിയൻ ഷെയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യം ഓർക്കുക. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ പരിപാടി. ലൈൻ ടേബിൾ വരക്കുന്നു, ലൈൻസ് വരക്കുന്നു, ഷെയ്ഡ് ചെയ്യുന്നു. ഷെയ്ഡ് ചെയ്ത റീജിയൻ എന്ന് പറയുന്ന പേരാണ് ഫീസിബിൾ റീജിയൻ. എന്നിട്ട് കോർണർ പോയിൻറ്റ്സ് എഴുതുന്നു. കോർണർ പോയിൻറ്റ്സിൽ നമ്മൾ വാല്യൂസ് കണ്ടിട്ട് നമ്മൾ അതിന് ആൻസർ എഴുതുന്നു. ഇതാണ് ഫീസിബിൾ റീജിയൻ. ഈ ഫീസിബിൾ റീജിയൻ്റെ കോർണർ പോയിൻറ്റ്സ് O A B C ചെയ്തുന്നു. കോർണർ പോയിൻറ്റ്സിൽ നമ്മൾ Z-ൻ്റെ വാല്യൂ കാണുന്നു. മാക്സിമം വരുന്നത് മാക്സിമം ആയിരിക്കും, മിനിമം വരുന്നത് മിനിമം ആയിരിക്കും. ഓക്കെ. ഇത് ബൗണ്ടഡ് റീജിയൻ ആണ്. അൺബൗണ്ടഡ് റീജിയൻ ആണെങ്കിൽ പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത് നല്ലതാണ്. ഒരു അൺബൗണ്ടഡ് റീജിയനും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. ചിലപ്പോൾ ലീനിയർ പ്രോഗ്രാമിങ്ങിൽ ഗ്രാഫ് തന്നിട്ട് ചിലപ്പോൾ റിവേഴ്സിൽ കൺസ്ട്രെയിൻസ് ചോദിച്ചാൽ നമ്മൾ ഗ്രാഫിൽ നിന്ന് എഴുതാൻ അറിയണം. ഗ്രാഫ് കണ്ടാൽ ഇക്വേഷൻ എഴുതാൻ പ്രത്യേകം അറിയണം. ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ പറയാം. ഇപ്പോൾ ഒരു ഗ്രാഫ് ഇവിടെ നിങ്ങൾ കാണുന്നു. ഇവിടെ നിങ്ങൾ 5 എന്ന് കാണുന്നു, ഇവിടെ 10 എന്ന് കാണുന്നു. ഈ ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടാൻ ഇങ്ങോട്ടാണ് റീജിയൻ എങ്കിൽ നമ്മൾ ഇവിടെ ഇൻ്റർസെപ്റ്റ് ഫോം എഴുതിയാൽ മതി. X/5 + Y/10 = 1. പിന്നീട് നമ്മൾ ഇതിനെ 10x + 5y / 50 = 1 എന്നുള്ള രൂപത്തിലൊക്കെ എഴുതിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ എഴുതാം. 10x + 5y = 50. 5 കൊണ്ട് കട്ട് ചെയ്യാം. 2x + y = 10 ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടായത് കൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നായിരിക്കും. ഇങ്ങനെയാണ് ഇനീക്വാളിറ്റി എഴുതേണ്ടത്. അത് ഒരു റയർ ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗ്രാഫ് തന്നതിൻ്റെ ശേഷം ഇതാ ഈ ഗ്രാഫ് തന്നതിൻ്റെ ശേഷം ഇതിൻ്റെ കൺസ്ട്രെയിൻസ് എഴുതാൻ പറഞ്ഞാൽ അങ്ങനെ ഗ്രാഫിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ ഈ 2 പോയിൻ്റ് നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ തീരുമാനിക്കേണ്ടത്. ഇത് 30 ആണ്, ഇത് 90 ആണ്. അപ്പോൾ X/30 + Y/90 = 1 ആണ് ലൈനിൻ്റെ ഇക്വേഷൻ. ഇക്വേഷൻ ലാസ്റ്റ് എഴുതിയതിന് ശേഷം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതണം, കാരണം താഴോട്ടാണ് ഷെയ്ഡിങ്. ഇനി അവസാനത്തെ ചാപ്റ്റർ പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റിയിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം. ഒന്ന് കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. നിങ്ങൾക്കറിയാം P(a)(b) = പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B / പ്രോബബിലിറ്റി ഓഫ് B. N വെച്ചിട്ട് നമുക്ക് ഈ റിസൾട്ട് സംസാരിക്കാം.
പിന്നീട് മൾട്ടിപ്ലിക്കേഷൻ റൂൾ പറയുമ്പോൾ വിത്ത് റീപ്ലേസ്മെൻറ്റും വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റും പ്രത്യേകം ശ്രദ്ധിക്കണം. ബോക്സിൽ ബോൾ വരുന്ന ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇൻഡിപെൻഡൻറ്റ് ഈവൻസ്, പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഈസ് ഇക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതിൽ ഈ പി ഓഫ് എ യൂണിയൻ ബിയുടെ റിസൾട്ട് മറക്കരുത്. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി. ഇതുമായി ബന്ധപ്പെട്ട വേർഡ് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് വൺ എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എ യൂണിയൻ ബി ആണ്. നെയ്തർ നോർ എന്നുള്ള വാക്കിൻ്റെ മീനിങ് മനസ്സിലാക്കുക. നെയ്തർ നോർ എന്ന് പറയുമ്പം എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്നുള്ള മോഡലാണ് വരുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്തത്. പിന്നീട് തിയറം ഓൺ ടോട്ടൽ പ്രോബബിലിറ്റി ആൻഡ് ബേസ് തിയറം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. തിയറം ഓൺ ടോട്ടൽ പ്രോബബിലിറ്റിയിൽ സാധാരണ ബോളിൻ്റെ ചോദ്യമാണ് ഉണ്ടാവാറുള്ളത്. ബോളല്ലാത്തതും ചോദിക്കും. ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ബോക്സുകൾ ഉണ്ടായിരിക്കും, കുറച്ച് ബോൾസ് ഉണ്ടായിരിക്കും. ഒരു ബോൾ എടുക്കുന്നു, ഇറ്റ് ഈസ് ബ്ലാക്ക് അല്ലെങ്കിൽ ഇറ്റ് ഈസ് റെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് E1 E2 എന്നെല്ലാം പേര് കൊടുക്കുന്നു. എന്നിട്ട് ടോട്ടൽ പ്രോബബിലിറ്റി ചോദിക്കും. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ബാഗ്, റെഡ് ഫ്രം ദർ, അങ്ങനെ ആ മോഡലാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത്. അതിൻ്റെ റിവേഴ്സ് ആപ്ലിക്കേഷനാണ് ബേസ് തിയറം. രണ്ട് ബോക്സ് ഉണ്ട്. അതിൽ നിന്നൊരു ബോൾ എടുക്കുന്നു, അത് റെഡ് ആണെന്ന് പറയുന്നു. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഫ്രം ബാഗ് 1, ബാഗ് 2 അങ്ങനെയൊക്കെ ചോദിച്ചാൽ അത് ബേസ് തിയറം ആയിരിക്കും. ബേസ് തിയറം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവരുത്. ഇപ്പോൾ എപ്പോഴാണ് ടോട്ടൽ പ്രോബബിലിറ്റിയും ബേസ് തിയറവും രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചോദിക്കും. ചിലപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനായിട്ട് ടോട്ടൽ പ്രോബബിലിറ്റി ചോദിക്കും, രണ്ടാമത്തെ ചോദ്യം ഇതിൻ്റെ ബാലൻസ് ആയിട്ട് ബേസ് തിയറം ചോദിക്കും. അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. നന്നായി ശ്രദ്ധിക്കുക, നന്നായി പഠിക്കുക. ഇത് ഒരു റിവിഷൻ എന്ന് പറയുന്ന അർത്ഥത്തിലല്ല ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എല്ലാ ടോപ്പിക്കും പഠിച്ചതിൻ്റെ ശേഷം ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചത് എന്ന് പറയുമ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്നുള്ള കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഫോർമുല ഓടി വരുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്താണ് സംഭവം, അതിലെ പ്രോബ്ലംസ് വരണം. ഇൻഡിപെൻഡൻറ്റ് ഈവൻസ്, ഓരോ കാര്യങ്ങളും നമ്മൾ ടോപ്പിക്ക് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത്. എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക, നന്നായി വർക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്കോട് കൂടി തന്നെ ഈ പൊതുപരീക്ഷ ഫേസ് ചെയ്യാനും പഠിച്ച കാര്യങ്ങൾ മുഴുവൻ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ട് വരുമ്പോൾ ഉത്തരങ്ങളായിട്ട് നിങ്ങൾക്ക് റീക്യാപ്പ് ചെയ്യാൻ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.